കറിവേപ്പില. കറികൾക്ക് സ്വാദും മണവും നൽകുന്നതാണ് കറിവേപ്പില. കറിവേപ്പില ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആഹാരത്തിലുണ്ടാക്കുന്ന വിഷാംശങ്ങൾ ഇല്ലാതാക്കാനും കറിവേപ്പിലയ്ക്ക് കഴിയും. അമിതവണ്ണം കുറക്കാനും കഴിയുന്ന ഒന്നാണ് വേപ്പില. കടകളിൽ നിന്ന് വാങ്ങിയാലും എത്ര സൂക്ഷിച്ചാലും പെട്ടെന്ന് വാടിപ്പോകും എന്നതാണ് വീട്ടമ്മമാരുടെ പരാതി. ഇനി അതിനുള്ള ടെൻഷൻ വേണ്ട. കുറച്ച് ട്രിക്ക് പരീക്ഷിച്ചാൽ കുറെ അധികം നാൾ വരെ സൂക്ഷിക്കാവുന്നതാണ്. മഴ ആരംഭിക്കുന്ന മെയ് മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് കറിവേപ്പിലയ്ക്ക് കൃഷിക്ക് ഏറ്റവും യോജിച്ച കാലാവസ്ഥ. ചെറിയ പ്ലാസ്റ്റിക് കൂടുകളിൽ ജൈവവളവും മണ്ണും ചകിരിച്ചോറും നിറയ്ക്കുക. ഈ മിശ്രിതത്തിന്റെ കൂടെ കുറച്ചു വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർക്കുന്നതാണ് നല്ലത്. ഇതുകൊണ്ട് ജൈവ കീടനാശിയുടെ ഗുണവും ജൈവവളത്തിന്റെ ഗുണവും ലഭിക്കും. രോഗമില്ലാത്ത മാതൃവൃക്ഷത്തിന്റെ വിത്ത് വേണം ശേഖരിക്കുവാൻ. കറിവേപ്പ് സാധാരണയായി 2 ഇനങ്ങളിലാണ് കാണപ്പെടുന്നത്. ചെറിയ ഇലകളുള്ളതും വലിയ ഇലകളുള്ളതും. ചെറിയ ഇലകളുള്ളതിനാണ് മണവും ഗുണവും രുചിയും കൂടുതലുള്ളത്. കറിവേപ്പ് 2 രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ്. കുരുമുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കുന്നതാണ് പ്രധാന രീതി. വേരുകളിൽ നിന്ന് പൊട്ടി കിളിർക്കുന്ന തൈ നടുന്ന രീതിയുമുണ്ട്. കുരുപാകി കിളിർപ്പിക്കുന്നതാണ് ആരോഗ്യമുള്ള ചെടികളായി വളർന്നു കാണപ്പെടുന്നത്. ആദ്യം കറിവേപ്പില തണ്ടിൽ നിന്ന് അടർത്തിയെടുക്കാം. ശേഷം നന്നായി കഴുകിയിട്ട് ഒരു ടവൽ നിരത്തിയിട്ട് വെള്ളമായം കളയാം. ശേഷം പാത്രത്തിൽ നിരത്തിയിട്ട് മൈക്രോവേവ് ഓവനിൽ 1 മിനിറ്റ് നേരം വെച്ച് ഡ്രൈ ആക്കി എടുക്കാം. നല്ല ക്രിസ്പിയായി കിട്ടും. അത് അടപ്പ് മുറുക്കമുള്ള കുപ്പിയിലിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. കറിവേപ്പില വെള്ള നനവ് മാറ്റി പേപ്പർ ടവലിൽ പൊതിഞ്ഞ് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലോ പ്ലാസ്റ്റിക് ബാഗിലോ ആക്കി ഫ്രിഡ്ജിൽ വെക്കാം. കറിവേപ്പില നന്നായി കഴുകി ഉണക്കുക. ഇലകൾ ഫ്രീസ് ചെയ്യാൻ ഷീറ്റ് ഫ്രീസറിൽ മണിക്കൂറോളം വെക്കുക. ഫ്രീസ് ചെയ്തു കഴിഞ്ഞാൽ ഇലകൾ വായു കടക്കാത്ത പാത്രത്തിലേക്കോ ഫ്രീസർ ബാഗിലേക്കോ മാറ്റുക. ഈ രീതി ഇലകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു. കറിവേപ്പില വാങ്ങി വീട്ടിൽ എത്തിയാൽ ആദ്യം തന്നെ ഒരു വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ അല്പം മഞ്ഞപ്പൊടിയിട്ട് കലക്കിയ ശേഷം കറിവേപ്പില അതിൽ 5-10 മിനിറ്റ് മുക്കി വെക്കുക. ശേഷം നന്നായി കൈകൊണ്ട് വെള്ളത്തിൽ ഉലച്ചും പൈപ്പ് ശക്തിയായി തുറന്നുവിട്ട് അതിനിടയിൽ പിടിച്ചും കഴുകിയെടുക്കുക. കറിവേപ്പില കുറച്ചധികം ഉണ്ടെങ്കിൽ അത് ചെറിയ അളവുകളായി 1-ലധികം കവറുകളിലോ പാത്രങ്ങളിലോ ആക്കി ഫ്രിഡ്ജിൽ വെക്കുക. ഓരോ തവണ എടുക്കുമ്പോൾ വായു കയറി കറിവേപ്പില കൂട്ടത്തോടെ നശിച്ചു പോകാതിരിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ഏകദേശം 1 മാസം വരെ കറിവേപ്പില ഇത്തരത്തിൽ സൂക്ഷിക്കാൻ സാധിക്കും. ചിലപ്പോൾ 1 മാസത്തിലധികവും. ഇനി ഗുണത്തിലോ മണത്തിലോ വ്യത്യാസം വരാതെ കറിവേപ്പില വേണമെങ്കിൽ ഉണക്കി പൊടിച്ചും സൂക്ഷിക്കാം. വിദേശത്തൊക്കെ താമസിക്കുന്നവർ ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കറിവേപ്പില കൊണ്ടുള്ള ഔഷധ പ്രയോഗങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. കറിവേപ്പിലയുടെ 10 തണ്ടിന്റെ ഇലകൾ, കുരുമുളക് 10 എണ്ണം, ഇഞ്ചി, പുളി, ഉപ്പ് എന്നിവ ആവശ്യത്തിന് ചേർത്ത് അരച്ച ദിവസവും കഴിച്ചാൽ തുമ്മൽ, ചുമ എന്നിവ മാറും. കറിവേപ്പിന്റെ കുരുന്നിലകൾ ചവച്ചു തിന്നുന്നത് ദഹനമില്ലാതെ കഫത്തോടും ദുർഗന്ധത്തോടും കൂടി ഉണ്ടാകുന്ന അതിസാരത്തിൽ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. സ്വരശുദ്ധി ഉണ്ടാകുന്നതിനായി കറിവേപ്പില ദിവസവും അരച്ച് കഴിക്കുക. കറിവേപ്പില അരച്ചു ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നത് അകാല നിര ഒഴിവാക്കുന്നതിന് സഹായിക്കും. ഇതോടൊപ്പം കറിവേപ്പില അരച്ച് കഴിക്കുന്നതും നന്നായിരിക്കും. ദിവസവും ആഹാരത്തിൽ കറിവേപ്പില ചേർക്കുന്നത് കൊണ്ട് ദഹനശക്തി വർദ്ധിക്കുന്നു. വേനൽക്കാലത്തുണ്ടാകുന്ന ശരീരത്തിലെ ചൂടുകുരുവിനും തിണർപ്പിനും കറിവേപ്പില വെണ്ണ പോലെ അരച്ച് ദിവസവും ദേഹത്ത് പുരട്ടുക. കറിവേപ്പിലയ്ക്ക് ചീത്ത കൊളസ്ട്രോളും ശരീരത്തിലെ കൊഴുപ്പും ഫലപ്രദമായി കുറയ്ക്കാൻ സഹായിക്കും. കറിവേപ്പില കഴിക്കുന്നത് മൊത്തത്തിലുള്ള കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും അതുവഴി ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. എല്ലാ ദിവസവും കറിവേപ്പില കഴിക്കുന്നത് നിങ്ങളുടെ കാഴ്ച മെച്ചപ്പെടുത്തുകയും കൊളസ്ട്രോൾ കുറയ്ക്കുകയും ദന്ത സംരക്ഷണം മെച്ചപ്പെടുത്തുകയും ഹൃദയത്തിന്റെ പ്രവർത്തനം നല്ല നിലയിലാക്കുകയും ചെയ്യും. ഇനി സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യമെടുത്താൽ കറിവേപ്പില ചർമ്മത്തിന് തിളക്കം നൽകുകയും മുഖക്കുരു, പിഗ്മെന്റേഷൻ എന്നിവയിൽ നിന്ന് മുക്തി നേടിത്തരുകയും ചെയ്യും. ഇത് വേരുകളിൽ നിന്നും മുടിയെ ശക്തമാക്കുകയും തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പച്ചക്കറി ജ്യൂസിൽ 8-10 ഇലകൾ ചേർത്ത് കറിവേപ്പില നിങ്ങളുടെ പതിവ് ഭക്ഷണക്രമത്തിൽ എളുപ്പത്തിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലകൾ ഉണക്കി നന്നായി പൊടിച്ച് വായു സഞ്ചാരമില്ലാത്ത പാത്രത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം. എല്ലാ ദിവസവും ഈ പൊടി 1 ടീസ്പൂൺ കഴിക്കുന്നത് പ്രത്യേകിച്ച് പ്രഭാത രോഗവും ഓക്കാനവും അനുഭവിക്കുന്ന ഗർഭിണികൾക്ക് സഹായകരമാണ്. വായുകോപത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ കറിവേപ്പില പൊടിവെണ്ണയിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. കറിവേപ്പിലയിൽ മഞ്ഞൾ അരച്ച് ചേർത്ത് ഉപയോഗിക്കുന്നത് നിറം നൽകാൻ നല്ലതാണ്. കറിവേപ്പിലയും തൈരും കൂടിയുള്ള മിശ്രിതവും ചർമ്മത്തിന് നിറം നൽകാൻ നല്ലതാണ്. എന്നാൽ ചിലർക്ക് കറിവേപ്പില അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അലർജിയിലൂടെ ഒരുപാട് അസുഖങ്ങൾ വരാൻ കാരണമാകും.